അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അയൽപ്പക്ക ബന്ധം ഡിജിറ്റൽ യുഗത്തിലെ പുനർവിചിന്തനങ്ങൾ എന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയം തന്നെയാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് സംവദിക്കുന്നത്. അയൽപ്പക്ക ബന്ധം എന്നുള്ളത് പഴയകാല സാമൂഹിക സുരക്ഷാ വലയങ്ങളിൽ ഒന്നാണ്. സാങ്കേതികവിദ്യയുടെ വിപ്ലവകരമായ വളർച്ച മനുഷ്യനെ ഒരു ഗ്ലോബൽ വില്ലേജിലെ പൗരനാക്കി മാറ്റിയപ്പോൾ സ്വന്തം വീടിൻ്റെ മതിലിനപ്പുറത്ത് അയൽവാസിയെ വരെ നാം മറന്നുപോയിരിക്കുന്നു എന്ന വൈരുദ്ധ്യമാണ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നാം പ്രധാനമായും ചിന്തിക്കേണ്ടത്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ആയിരക്കണക്കിന് സുഹൃത്തുക്കളുള്ള, ഇൻസ്റ്റഗ്രാമിൽ ലോകത്തോട് ഓരോ നിമിഷവും സംവദിക്കുന്ന ഒരു ആധുനിക മനുഷ്യൻ പക്ഷേ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിലെ അല്ലെങ്കിൽ വീടിനപ്പുറത്തെ അയൽവാസിയുടെ പേര് പോലും അറിയാത്തവനായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇൻ്റർനെറ്റ് നമ്മെ പലപ്പോഴും ദൂരെയുള്ളവരുമായി അടുപ്പിക്കുകയും അടുത്തുള്ളവരിൽ നിന്ന് അകറ്റുകയും ചെയ്തു എന്നതാണ് ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും വലിയ ദുരന്തം. പ്രശസ്ത ചിന്തകൻ മാർസൻ മക്ലൂഹൻ ലോകത്തെ ഒരു ആഗോള ഗ്രാമമായി വിശേഷിപ്പിച്ചപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ആശയവിനിമയത്തിൻ്റെ സാധ്യതകളെയായിരുന്നു. എന്നാൽ മനുഷ്യർ ഇന്ന് ആ ഗ്രാമങ്ങളിൽ വല്ലാതെ ഒറ്റപ്പെട്ടു കിടക്കുകയാണ്. പണ്ട് കേരളീയ ഗ്രാമങ്ങളിൽ അതിർത്തി നിശ്ചയിച്ചിരുന്നത് ജൈവികമായ വേലികളായിരുന്നു. അന്ന് പരസ്പരം കൈമാറുന്ന ഭക്ഷണപാത്രങ്ങളും സ്വാന്തന പ്രവർത്തനങ്ങളും സുഖവിവരങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ മറിച്ച് അത് ഇന്ന് കോൺക്രീറ്റ് മതിലുകൾക്കപ്പുറം ഡിജിറ്റൽ ഫയർവാളുകൾ നാം പണിതുയർത്തിയിരിക്കുകയാണ്. വൈഫൈ കണക്ഷനുകളുടെ വേഗത കൂടുന്തോറും അയൽപ്പക്ക ബന്ധങ്ങളോടുള്ള ഇഴയടുപ്പം കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. സ്വകാര്യത എന്ന വാക്കിന് ഡിജിറ്റൽ യുഗത്തിൽ നൽകിയ അമിത പ്രാധാന്യം അയൽക്കാരനെ ഒരു അന്യഗ്രഹ ജീവിയായി കാണാൻ നമ്മെ പഠിപ്പിച്ചു. CCTV ക്യാമറകൾ അയൽക്കാരൻ്റെ സ്ഥാനത്തെത്തുകയും പരസ്പര വിശ്വാസത്തിനു പകരം നിരീക്ഷണ സംവിധാനങ്ങൾ കടന്നു വരികയും ചെയ്തിരിക്കുന്നു. അടുക്കള മുതൽ അന്താരാഷ്ട്ര തലങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന ഒരു ആധുനിക മനുഷ്യന് എന്തുകൊണ്ടാണ് തൊട്ടപ്പുറത്തുള്ള അയൽവാസിയെക്കുറിച്ച് മനസ്സിലാക്കാനാകാത്തത്? ഇവിടെയാണ് വിശുദ്ധ ഇസ്ലാം അയൽക്കാരൻ നൽകുന്ന പ്രാധാന്യം നാം ഓർക്കേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അയൽക്കാരൻ്റെ അവകാശങ്ങളെക്കുറിച്ച് വസിയത്ത് ചെയ്തപ്പോൾ അയൽക്കാരൻ അനന്തരാവകാശിയാകുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാം. ഹു ഈസ് മൈ നെയ്ബർ, ആരാണ് എൻ്റെ അയൽവാസി എന്ന് ഗൂഗിൾ മാപ്പിനോട് ചോദിക്കേണ്ട ഗതികേട് ഇന്നത്തെ മനുഷ്യർ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഒരു വിപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അടിയന്തരാവശ്യം വരുമ്പോൾ ഇൻസ്റ്റഗ്രാമിലെ ലൈക്കുകളോ ഫേസ്ബുക്കിലെ കമൻറ്റുകളോ എല്ലാം നമുക്ക് സഹായത്തിനായി എത്തുന്നത്. മറിച്ച് അയൽക്കാരൻ്റെ കരങ്ങളാണ് സഹായത്തിനായി എത്തുക എന്നുള്ള പച്ച പരമാർത്ഥം ഇന്ന് നാം വിസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. റെസിഡൻസ് അസോസിയേഷൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ അയക്കുന്ന യാന്ത്രികതയല്ല യഥാർത്ഥ അയൽപ്പക്ക ബന്ധം, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ചേർത്തുനിൽപ്പാണ്. പുനർവിചിന്തനം എന്നുള്ളത് പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകലല്ല, പഴയകാല മൂല്യങ്ങളെ പുതിയ കാലത്തിനനുസരിച്ച് പുനഃസ്ഥാപിക്കലാണ്. അയൽപ്പക്ക ബന്ധം എന്നുള്ളത് സാമൂഹിക ബാധ്യത മാത്രമല്ല, മാനുഷിക ഉത്തരവാദിത്തം കൂടിയാണ്. യഥാർത്ഥ ജീവിതത്തെയും ഡിജിറ്റൽ ജീവിതത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് അയൽപ്പക്ക ബന്ധത്തെ പുതുജീവൻ കൊണ്ട് നിറക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. സാങ്കേതികവിദ്യ പൂർണ്ണമായും നാം ഇവിടെ തള്ളിപ്പറയുന്നില്ല, മറിച്ച് അതൊരു അനിവാര്യമായ ഘടകം തന്നെയാണ്. എന്നാൽ സ്മാർട്ട് ഫോണിലെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾക്ക് നൽകുന്നതിനേക്കാൾ പ്രാധാന്യം നാം അയൽക്കാരൻ്റെ കോളിംഗ് ബെല്ലുകൾക്ക് നൽകാൻ കഴിയണം. അൽഗരിതങ്ങൾ നിയന്ത്രിക്കുന്ന സൗഹൃദങ്ങൾക്കപ്പുറം മനുഷ്യപ്പറ്റുള്ള ബന്ധങ്ങൾ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം. പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്, വി ഹാവ് ബിൽറ്റ് ബ്രിഡ്ജ് ടു ദ മൂൺ ബട്ട് വി ഹാവിൻ ബിൽറ്റ് എ ബ്രിഡ്ജ് ടു നെയ്ബർ അക്രോസ് ദ സ്ട്രീറ്റ്. നാം ചന്ദ്രനിലേക്ക് പാലം പണിതു, പക്ഷേ തെരുവിനപ്പുറമുള്ള ഒരു അയൽക്കാരനിലേക്ക് പാലം പണിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും ഈ അവസ്ഥയിൽ നിന്ന് നാം മാറി സഞ്ചരിക്കേണ്ടതുണ്ട്. സ്ക്രീനുകൾ താഴെയിട്ട് അയൽക്കാരനിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ, അവരുടെ സുഖവിവരങ്ങൾ അറിയാൻ നമുക്ക് സമയം കണ്ടെത്താം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഡിജിറ്റൽ ലഹരിയിൽ നിന്നും അയൽപ്പക്ക സ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.